സൈഗൂസ് വിഷൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈഗൂസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുളിമാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് ചേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത്. എന്താ കടയെന്ന് വെച്ചാൽ സിമൻറ്റ്, ചുടുകട്ട അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുന്ന അവിടെ ഉണ്ടോ ചേട്ടൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നു ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് പിക്കപ്പ് എടുത്തു. നേരെ ഞങ്ങളുടെ കാരേറ്റ് എത്തി. കാരേറ്റ് ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതിനകത്ത് നമ്മുടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റുഡിയോയിലോട്ട് കയറിയായിരുന്നു. ഞാൻ മകൾക്ക് ഒരു ഫോട്ടോ എടുക്കണം. മീനുകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി ഇരിപ്പുണ്ട്. ഗുലാബി ഡിജിറ്റൽ സ്റ്റുഡിയോ കാരേറ്റ് കേട്ടോ. 10 മിനിറ്റിനകം വെച്ച് ഫോട്ടോയൊക്കെ റെഡിയാക്കി നമുക്ക് കിട്ടി കേട്ടോ. 10 മിനിറ്റ് വേണ്ടി വന്നില്ല, അപ്പോഴേ കിട്ടി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ മീനുകുട്ടിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കണേ. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുന്നത്. കാരേറ്റുള്ള ഫോട്ടോ സ്റ്റാറ്റ് പഞ്ചായത്ത് കെട്ടിടമാണ്. ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി കടയുണ്ട്. നമ്മൾ അവിടെ കയറി ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ കയറി മീനുകുട്ടിയുടെ ആധാറിന്റെ ഒക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമായിരുന്നു. മേലെ പഞ്ചായത്താണ്. അവിടെ നിന്ന് നേരെ ഞങ്ങളിതാ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിതാ നേരെ പുളിമാത്ത് ഗവൺമെന്റ് LPS സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീനുകുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ വേറെ കുട്ടികളൊന്നുമില്ല, തിരക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പുളിമാത്ത് LPS സ്കൂള്, ഗവൺമെന്റ് സ്കൂള്. അപ്പോൾ ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തു. ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി മീനുകുട്ടിയും കൊണ്ട് സ്കൂളിൽ ചുറ്റും ഒന്ന് നടന്നു കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതിപ്പോൾ ഇതാണ് മീനുകുട്ടി ഇനി വരാൻ പോകുന്ന സ്കൂൾ വണ്ടി. അപ്പോൾ അത് കാണിച്ചു കൊടുത്ത അവർക്ക്. ഇതിനു മുമ്പ് ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അംഗൻവാടി കലോത്സവം പക്ഷെ അന്ന് തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ പോയി ഫുള്ള് നടക്കാൻ പറ്റി. അപ്പം മീനുകുട്ടി ആദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോട്ടോ. ഇത്രയും നാൾ വരെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് അംഗൻവാടി ഉണ്ടായിരുന്നുകൊണ്ട് മീനുകുട്ടി എപ്പോഴും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് തിട്ടയൊക്കെ ഉണ്ട്, സൂക്ഷിച്ചൊക്കെ നടക്കണം, പിള്ളേരൊക്കെ തോനെ കാണും, നോക്കാതെ നടക്കരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇങ്ങനെ ഫുള്ള് ചുറ്റി നടന്നൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ മീനുകുട്ടിക്ക്. അപ്പോൾ ടീച്ചറും പറഞ്ഞു ഇപ്പോൾ ഒന്ന് അവളെ കൊണ്ട് എല്ലായിടമൊക്കെ പോയി കാണാനൊക്കെ പറഞ്ഞു കേട്ടോ. ടീച്ചറെ HM ഉണ്ടായിരുന്നു, നല്ല സ്നേഹമുള്ള ടീച്ചറായിരുന്നു അല്ലേ. ഗീത എന്നാണ് ടീച്ചറിൻ്റെ പേര് പറഞ്ഞത്. ടീച്ചർ അഞ്ചലുള്ള ടീച്ചറാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴും ടെസ്റ്റിൻ്റെ കാര്യവും പിന്നെ യൂണിഫോം ഒക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പഴയ യൂണിഫോം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ അടുത്ത മാസം തൊട്ടേ സ്കൂളിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അടിപൊളി സ്കൂൾ തന്നെ. പിന്നെ ഇതാണ് സ്റ്റേജ് കേട്ടോ. ഇതൊക്കെ മീനുട്ടി കാണിച്ചു കൊടുത്തു. ഇവിടെ വെച്ച് മീന് സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്, പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, നടക്കുന്നു. അന്നാണ് കയറി. പിന്നെ ഇവിടെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടുകാരുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ. അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് അവിടെയുള്ള കൊച്ചു കുളമാണ് അല്ലേ സ്കൂളിൽ ചെയ്തേക്കുന്ന. അതൊക്കെ എടുത്ത് കെട്ടി വെച്ചിരിക്കുന്നു, പിന്നീട് എടുക്കുള്ളൂമായിരിക്കും. ഇത് ഇവിടെ രണ്ട് ആമയും പിന്നെ കുറച്ച് മീനും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കാൻ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ എടുത്തപ്പോഴും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഞങ്ങള് പുറത്തിറങ്ങി. ഇനി ഞങ്ങള് പോവാണ്. ഞങ്ങള് അടുത്ത് കാരേറ്റോട്ട് പോവേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ ഞങ്ങക്ക്. അല്ലാതെ കാരേറ്റോട്ട് പോവേണ്ടോ. കാരേറ്റ് ഞങ്ങക്ക് അക്ഷയയിലൊന്ന് പോകണം. എന്തേട്ടാ ആധാർ എന്താ പറയാ അപ്ഡേറ്റ് ചെയ്ത്. അതായത് മീനുകുട്ടിക്ക് 2.5 വയസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 വയസ്സാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അവിടെ ഇന്ന് പിന്നെ PSCക്ക് ഒരു അപേക്ഷ അയക്കേണ്ടായിരുന്നു. അത് അയച്ചു. പുറത്തിറങ്ങിയിരിക്കണേ. പുറത്തുനിന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അതുകൊണ്ട് വണ്ടിയിൽ കയറി ഇരിക്കണം. അവർ 12 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാരറ്റ് തന്നെയുള്ള ദിയ ബേക്കറിയിൽ കയറി കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് 3 ഷാർജ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഷാർജ കുടിക്കണ്ടോ, എന്താ ചൂടല്ലേ. ഇത് ഷാർജ കുടിച്ചപ്പോൾ ഇത്തിരി ആശ്വാസമായി. മഴേൻ്റെ ചൂടാണെന്ന് തോന്നുന്നു. മഴ പെയ്യുന്നില്ല കേട്ടോ. 2-3 ദിവസം കൊണ്ടേ മഴ കോളുണ്ട്. ഭയങ്കര ചൂടൊന്നും പുറത്ത് നിൽക്കാൻ വയ്യാത്ത ചൂട്. മീനോട്ടിക്ക് ഷാർജയൊക്കെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു. അവള് കുടിക്കും കേട്ടോ. ആദ്യമൊന്നും അങ്ങനെ ഫുള്ള് തീർത്ത് കുടിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി
നേരെ ബേക്കറിയുടെ ബാക്ക് വഴിയാണ് ഇറങ്ങിയത്. ചേട്ടാ ഇവരെല്ലാം എല്ലാം ഉണ്ടാക്കുന്നു പറയുന്നത് എന്താണ് ഈ ബേക്കറിയിൽ അവരല്ലേ സ്വന്തമായിട്ട് കേക്കും എല്ലാം അതെ അതെ കേക്ക് ഉണ്ടാക്കും. ആ ദിയ ഇവര് മാത്രമല്ല, ഇവിടെ കാര്യമായിട്ടുള്ള ഷാ ബേക്കറി അവർക്കൊക്കെ ഉണ്ട്. ബോർമ കേക്ക് ഉണ്ടാക്കുന്ന അല്ല നല്ല കേക്കെന്നാണ് പറയണത് കേട്ടോ ഇവിടുത്തെ സൂപ്പർ കേക്കാണ് അവർക്കുള്ളതും, അടിപൊളി കേക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ തൈരൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി. തൈരൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വിറക് വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ പച്ച വിറകേ ഉള്ളൂ, ഉണങ്ങിയ വിറകൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിറക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വിറക് വാങ്ങി ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതലും വാങ്ങി ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിലോ പോകുമ്പോൾ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ കയറി വന്നപ്പോഴാണ് ഓർത്തോട്ടോ ഈ വിറക് വാങ്ങിക്കേണ്ടിയിരുന്നെന്ന്. എന്നിട്ട് പച്ച വിറകുമായിരുന്നു, പച്ച വിറകായിരുന്നു. പിന്നെ വണ്ടി കയറ്റി എടുത്തല്ലെന്ന് വെച്ച് എടുത്ത കേട്ടോ. പിന്നെ നേരെ നമ്മൾ പുളിമാത്ത വീട്ടിൽ എത്തി കേട്ടോ. വിറവൊക്കെ കൊണ്ട് ഇട്ടു. പിന്നെ കുടിക്കാനായിട്ട് രാവിലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ലായിരുന്നേ, അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ രാവിലെ ചോറൊന്നും വെച്ചില്ലായിരുന്നു, അപ്പോൾ തലേ ദിവസത്തെ പഴിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് പഴിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ചു. പഴിഞ്ഞിയും പിന്നെ തലേ ദിവസത്തെ കരുവാട് കറിയും തൈരും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും ഇതൊക്കെ കൂട്ടി ഇന്ന് കുശാലാക്കി കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു. മീനുക്കുട്ടിയായിരുന്നു, ഇങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നെങ്കിലും തിരിച്ച് കയറിപ്പോയിട്ട് മോളിൽ വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. അവളെ പാർത്തി വെച്ചിട്ട് വീട്ടിൽ അവിടെ നിൽക്കണം, അവൾ ഇറങ്ങി വന്നില്ല. അപ്പോൾ പഴിഞ്ഞു കുടിക്കാനായിട്ട് ഞാനും ചേട്ടനേ ഉള്ളൂ. ഞങ്ങൾ പഴിഞ്ഞു കുടിക്കട്ടെ. അതിനുശേഷം ചേട്ടൻ പിന്നെ റെഡിയായി. ചേട്ടനൊരു ഓട്ടോ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കണം. പിന്നെ പിക്കപ്പ് കൊണ്ട് കടയിലിടണം, അതിനായിട്ട് ചേട്ടൻ എന്താ പോവേണേ. അപ്പോൾ പിന്നെ മീനുക്കുട്ടി മോളിൽ നിൽക്കണോണ്ട് അവളെ വിളിച്ച് ഇങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആ സമയത്ത് ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടി ചോറ് വയ്ക്കുന്നതിന് വേണ്ടി വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീനുക്കുട്ടി മോളത്തെ ഒരു വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവൾ ചോറൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് അവളെ ഇവിടെ ചേട്ടൻ ചെരുപ്പ് നേരത്തെ ഊരി ഇങ്ങ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ ചേട്ടൻ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടാക്കണം കേട്ടോ. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴും പറയും പോലെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ചേട്ടൻ പോകുന്നത് നോക്കിയിട്ട് നമ്മളെ ജൂലിക്കുട്ടി നിൽക്കുകയാണ്. ജൂലിക്കുട്ടി ഭയങ്കര വിഷമത്തിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.